എന്നെ അതിശയിപ്പിച്ചൊരു സ്നേഹമുണ്ട്, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സ്നേഹമുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരാകാൻ വിളിക്കപ്പെട്ടവരിൽ യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു പത്രോസ്. പത്രോസിനെ കുറിച്ച് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പത്രോസ് ഒരു സിറ്റുവേഷൻ്റെ അകത്ത്, സാഹചര്യത്തിൻ്റെ അകത്ത് യേശു കർത്താവിനെ അറിയുന്നില്ല. അതിൻ്റെ അർത്ഥം അവൻ്റെ ശിഷ്യനല്ല എന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശു കർത്താവ് ക്രൂശിലെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം പറഞ്ഞ പേര് പത്രോസിൻ്റെ പേരാണ്. പത്രോസിൻ്റെ പേര് ആദ്യം പറഞ്ഞു. എന്താണ് പത്രോസിൻ്റെ പേര് ആദ്യം പറയാൻ കാരണം? ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഗലീലയിലേക്ക് പോകുന്നുവെന്ന് ശിമയോനോട് ചെന്ന് പറ, പത്രോസിനോട് ചെന്ന് പറ എന്നാണ് ആദ്യം പറഞ്ഞത്. കാരണം യേശു കർത്താവിനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞത് കൊണ്ട് ഇനി തന്നെ യേശു അംഗീകരിക്കുമോ? ഇനി തന്നെ കൂടെ ചേർക്കുമോ? പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയുമോ? പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് നിരാശപ്പെട്ട മൈൻഡ് സെറ്റിലിരിക്കുന്ന പത്രോസിന്റെ മൈൻഡ് ഫ്രീ ആകാൻ ആ ഒരു സ്നേഹത്തിന് ഒട്ടും കുറവ് ആദ്യം ഉണ്ടായിരുന്ന അതേ സ്നേഹത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ലെന്ന് പത്രോസ് അറിയാൻ വേണ്ടി അതേപോലെ അംഗീകരിച്ചിരിക്കുന്നു. ഒരു കുറവ് വന്നിട്ടില്ല ആ സ്നേഹത്തിന് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, വീണ്ടും കൂടെ ചേർക്കാൻ വേണ്ടി ശിമയോന്റെ പേര് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം യേശു പറയുക, എന്താണ് ഈ കർത്താവിൻ്റെ എന്നെ അതിശയിപ്പിച്ച സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. കൂടെ നിൽക്കുന്നവരെല്ലാം കൂടെ നിൽക്കുമ്പോൾ, നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ളപ്പോൾ, ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചായിരിക്കാം, സാമ്പത്തികം കൊടുത്തായിരിക്കാം, എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ളപ്പോൾ, നമ്മുടെ ക്യാരക്ടർ കണ്ടിട്ടായിരിക്കാം, ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടായിരിക്കാം, ഏതെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടായിരിക്കാം, പ്രയോജനമുള്ളപ്പോൾ നമ്മുടെ നല്ല സ്വഭാവത്തിൽ നല്ല സമയത്ത് എല്ലാവരും കൂടെ കാണും. എന്നാൽ നിങ്ങളിൽ നിന്നൊരു നെഗറ്റീവ് വന്നാൽ, നിങ്ങളിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായാൽ, ഒരു നെഗറ്റീവ് വിഷയം വന്നാൽ, എല്ലാം മറന്ന് ആ നെഗറ്റീവ് മാത്രം ഓർത്ത് എല്ലാം മറന്നു പോകുന്ന വ്യക്തികൾ, ബന്ധങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മനുഷ്യ സഹജമായ ഈ ഒരു അവസ്ഥയിൽ, ഏതൊരു കാലഘട്ടത്തിലും ഇങ്ങനെ മനുഷ്യനാകുമ്പോൾ മറ്റുള്ളവരുടെ പോസിറ്റീവ് കണ്ട് മാത്രം സ്നേഹിച്ച്, ഒരു നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ പണ്ടുണ്ടായിരുന്ന സ്നേഹവും കരുതലും എല്ലാം നഷ്ടപ്പെട്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ തള്ളിക്കളയുമ്പോൾ, മറ്റൊരു പിക്ചറിൽ, മറ്റൊരു രീതിയിൽ നമ്മെ കാണുമ്പോൾ, യേശു കർത്താവിൻ്റെ സ്നേഹം എന്നെ അതിശയിപ്പിച്ചൊരു സ്നേഹമാണ്. ആദ്യം സ്നേഹിച്ച സ്നേഹം നെഗറ്റീവ് ഉണ്ടായിട്ടും പോസിറ്റീവ് ഉണ്ടായിരിക്കുന്ന സമയത്തും ആദ്യം സ്നേഹിച്ച അതേ സ്നേഹത്തിൻ്റെ അളവിൽ ഒട്ടും കുറഞ്ഞു പോകാതെ മരണം വരെ സ്നേഹിച്ചു കൂടെ നിർത്തുന്ന യേശുവിൻ്റെ സ്നേഹത്തെ പോലെ മറ്റൊരു സ്നേഹമില്ല. ആ യേശു കർത്താവിനെ പോലെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ നെഗറ്റീവ് കാരണം നിങ്ങളെ തള്ളിക്കറഞ്ഞെങ്കിൽ, നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചവര്, നിങ്ങളെ കൂടെ കാണുമെന്ന് ചിന്തിച്ചവര്, ആരെങ്കിലും നിങ്ങളെ മറന്നുപോയെങ്കിൽ, നിങ്ങൾ സഹായിച്ചവര് നിങ്ങളെ മറന്നുപോയെങ്കിൽ, നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും മാറാത്തൊരു സ്നേഹമുണ്ട്. ആ യേശുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ഒരു വാക്ക് അങ്ങനെ സ്നേഹം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ നെഗറ്റീവ് നിമിത്തം നിങ്ങളെ ആരൊക്കെയോ തള്ളിക്കളഞ്ഞുവെന്ന് തോന്നി ഭാരത്തോടെ നിരാശയിലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ വചനം കേട്ട, ഈ സന്ദേശം കേട്ട എല്ലാവരുടെ മേലും ദൈവസ്നേഹത്തിൻ്റെ നിറവ് വരട്ടെ. ഒരൊട്ടും അളവ് കുറയാതെ ഇന്നും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക് ഈ വചനം കേട്ടവർ, ഈ സന്ദേശം കേട്ടവർ കയറി വരട്ടെ. ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ ഭാവിയിൽ നിറയപ്പെടട്ടെ. എല്ലാ മേഖലകളിലും ഇവർ അനുഗ്രഹമാകട്ടെ. ആ നെഗറ്റീവുകൾ ഇവരെ വിട്ട് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.